ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളംബിയയിലെ ലെറ്റീസിയയിലെ ആമസോൺ ഫോറസ്റ്റിലാണ്. സോ ഞാനിതാ ഇവിടെ വന്നിറങ്ങിയിട്ട് ഇവിടെ എൻ്റെ ബാഗൊക്കെ വെച്ച് ഇവിടെ കാണാൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാ എൻ്റെ ബാഗ് വരെ അവർ ഇട്ടേക്കാണ്. എനിക്ക് തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഓക്കെ 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 ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. സീ എന്നെ ഇവിടെ എല്ലാം ഗ്രാമെല്ലാം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഫോറസ്റ്റിലേക്ക് പോകണോ, എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം വണ്ടിയെല്ലാം എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോവാം. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള സ്ഥലത്തെല്ലാം പോവാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വില്ലേജെല്ലാം കാണാൻ വേണ്ടി പോകുന്നു. അപ്പുറത്തെ സൈഡിലേക്കെല്ലാം നമുക്ക് ക്രോസ് ചെയ്തിട്ട് പോവാം റിവർ. ഇവിടെ എവിടെ നോക്കിയാലും മൊത്തം റിവറായിരിക്കും ഉണ്ടാവുക. ഇത് നോക്ക്, ഇത് എന്താ ഇത്? എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ എത്ര ഉള്ളു, ഇത്രയും വലിയൊരു സാധനം. കൊമീദ എന്തോ ഇതൊക്കെ ഇത് വലുതാ, ഭയങ്കര വലുതാട്ടോ. ഒരുപാടുണ്ട് അതിലിട്ട്. കണ്ടോ ഇത്ര കൈ വെച്ചിട്ട് ഇത് വലുതായിട്ടുണ്ട്. സൂം ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ അതില് കൊറേ എണ്ണ ഉണ്ട്. 4 ഇങ്ങനെ വലുതായിട്ട് നിക്കുന്നത്. നല്ല രസമുണ്ട് കാണാന്, വെറൈറ്റി ആയിട്ടുണ്ട്. എന്തിനാ കൊമീതാന്നോ? കണ്ടോ കുളിക്കാനോ? ബാഞ്ഞോ? ഓ ഓ നീ പ്രിമേരാ കുളിക്കാൻ വേണ്ടി എന്തോ എന്നാണ് ഇവര് പറയുന്നത് കേട്ടാ. ഓക്കെ, ഞാന് ബാഗെല്ലാം അവിടെ വെക്കുന്ന സമയത്ത് അവരെന്നോട് 3-4 പ്രാവശ്യം ചോദിച്ചു ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ വിലപിടിപ്പുള്ളൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അതിൽ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഡ്രസ്സും പിന്നെ മൊസ്കിറ്റോ റെപ്പല്ലൻറ്റും പിന്നെ എന്തായാലും പറയാ മുഖത്തിടുന്ന ഫേസ് വാഷും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ എൻ്റെ അറിവിൽ വിലപിടിപ്പുള്ളൊന്നുമില്ല, എല്ലാം ഈ ബാഗിലാണ്. ആ ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ ആക്കി ¿No? Vamos, seguimos. ¿Caminando? Sí. ¿Conocer? ¿Ah? ¿Conocer? ¿Conocer? Andar. ¿Lejos? Vale. Donde quieras, lejos, cerquita. Lejos, cerquita. Cerquita, lejos, como sí, usted sí. Vamos. Hasta que tú digas no. Andar, vamos a andar. Oh. Hasta que tú digas no. Forest? Forest? Sí, no, flores. Forest. Selva. Forest. Selva. ¿Yo? Sí. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കാണെങ്കിൽ ഇപ്പോൾ മാറിയപ്പോൾ റേഞ്ച് എല്ലാം കട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ടൈപ്പ് തന്നെ വേണം. സ്വിമ്മിങ്? നോ നോ നോ, സ്വിം ചെയ്യാൻ പറ്റൂല എന്നെ കൊണ്ട്. എല്ലാ വീട്ടിലും എന്തോരം ഡോഗ്സാന്നറിയോ. അതാണ് ഇങ്ങനെ ഞാൻ നടന്നു പോകുമ്പോൾ ഓരോന്ന് എന്നെ കാണുമ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് കുരയ്ക്കുന്നത്. ചുപ് ചുപ് ചുപ്. കെട്ടിയിട്ടുണ്ട്, സാധാരണ കെട്ടിയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവർ കെട്ടിയിടാറ്. കാരണം ഫ്രണ്ട്ലി ആണെങ്കിൽ അവർ ഒരിക്കലും കെട്ടിയിടില്ല. ചുമ്മാ കുരയ്ക്കുന്ന കണ്ടില്ലേ. ഇവരെല്ലാം കള്ളു പിടിച്ച് ഫുൾ ഹാപ്പി ആയിട്ടുള്ളത്. ഞാനെല്ലാവരെയും ചുമ്മാ വിശ്വസിച്ച് കൂടെ പോവാണ് എല്ലായിടത്തേക്കും. നല്ല രസമുണ്ട് ഇവിടുത്തെ ഓരോ വീടുകളെല്ലാം കാണാൻ. മോട്ടെ ഓക്കെ ആക്കി. ബോട്ടിൽ പോകണം തോന്നുന്നു അപ്പുറത്തേക്ക് കിടക്കാൻ. തോന്നണമെന്നല്ല, ലൈക്ക് ആകെ കുറച്ചുള്ളത്. എന്തായാലും ചെളി വെള്ളമായിട്ട് അങ്ങനെ ഭയങ്കര ചെളിയായിട്ടുള്ളൊരു വീടാണ് കാണുന്നത്. വീടെന്ന് റിവറാണ് കാണുന്നത്. ആ ഹാ വാ വാ അങ്ങോട്ട് വാ. എന്തേ ഇവര് വിളിക്കാണ്. ഈ ബോട്ട് എവിടെയാന്ന് തോന്നുന്നുണ്ട്. അത് ആളൊന്നും കാണുന്നില്ലല്ലോ അതിന്. പിന്നെ എങ്ങനെ അവര് പോകുന്നത് ആർക്കറിയാം, ഇവർക്ക് തന്നെ അറിയാം. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവഴിയാണ് നടന്നിട്ട് പോകുന്നത്. കാരണം ചെളി ആയതുകൊണ്ട് അവരിങ്ങനെ ഒരു വഴി കൊടുത്തേക്കാണ്, മരം. ആ മരത്തിലൂടെ അങ്ങനെ നടന്നു പോകുന്ന ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ. പിള്ളേരായതുകൊണ്ട് കുഴപ്പമില്ല. ഇവർ പറഞ്ഞത് പ്ലായ എന്ന് പറഞ്ഞ ബീച്ച് ആണ്. അങ്ങോട്ടങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവർ ബോട്ട് അന്വേഷിച്ച്, അതായത് ചെറിയ ബോട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ബോട്ട് കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതുവഴി പോകുന്നു. ഞങ്ങൾക്കറിയില്ല എന്താന്നുള്ളത്, മനസ്സിലായിട്ടില്ല. ഇതെല്ലാം ഇവിടെ ക്ലോസ് ആയ പോലാണല്ലോ കിടക്കുന്നത്. ഓ നമ്മളിങ്ങനെ ചാടി കിടക്കണം. ചെളി വഴിയാ, നമുക്ക് വീണ് കഴിഞ്ഞാൽ നല്ല വീഴ്ച തന്നെ വീഴും.
അയ്യോ ഇതെന്ത് ഇതിന്റെ മുകളിൽ കൂടിയാ? ആ ഒരു വീട്ടിലേക്ക് കയറുന്ന വഴിയാണ് അത് കാണുന്നേ. ടെന്റ് അടിക്കാൻ നല്ലൊരു സ്പോട്ടല്ല ശരിക്കും ഇവിടെ. അങ്ങനെ ആ വീടിന്റെ മുകളിലായിട്ട് മരത്തിലടിക്കുന്ന ബെറ്റർ, അല്ലാതെ അടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. നേരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമല്ല. വീടെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ചിലതെല്ലാം നല്ല പെയിന്റ് ഒക്കെ അടിച്ച് കാണാൻ രസമുണ്ട്. നോക്കി അവര് എന്തിൻ്റെയോ ക്യാൻഡിലൊക്കെയാണ് ചെടിച്ചട്ടിയാക്കി വെച്ചേക്കുന്നത്. സൈക്കിളെല്ലാം തൂക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം മരം കൊണ്ട് ഉണ്ടാക്കിയ വഴിയാണ്, അതുവഴിയാണ് നടക്കുന്നത് കേട്ടാ. ഇവിടെ എല്ലാം ഒരാള് ഹാമോക്കിലെല്ലാം വീട്ടിലിങ്ങനെ കിടക്കുന്ന കാണാം. എങ്ങോട്ടാ എന്തോ ¿A dónde vas? ¿Playa? Playa. Playa. Yes. Sí. Playa എന്നാ പറഞ്ഞത്. Azúcar? Caña. Caña, Sugar. sí, sí, sugar. Sugar cane. Sí, sí. No? No, no. അതായിട്ടില്ല, അതായിട്ടില്ല. വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. ¿Te sientes bien conmigo? ¿Ah? ¿Te sientes bien conmigo? ¿Segura? ¿Qué? ¿Te sientes bien conmigo? Sí, sí, sí. Yes. Sí. എന്തോ പറഞ്ഞു, എന്താന്ന് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. എല്ലാം ഒരു ¿Estás cansada? Sí, cansada, pero poquito. Despacio. ആ sí. ഞാൻ ഓടിപ്പോവാ പെട്ടെന്ന് നടന്ന്. എന്തിനാ സ്പീഡ് പോണു? പയ്യെ പോവാൻ പറഞ്ഞതാ. കൻസാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയേർഡാണെന്ന്. യെസ്, mucho cansada, muy cansada. Despacio. ആ sí. Let's pass. ഡെസ്പാസിയോ അതറിയാണ്ട് സ്പീഡ് കൂടി പോകുന്നതാണേ. ഇവരെല്ലാരും എന്ത് പീസ്ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു റിവർ ഇങ്ങനെ മുന്നേക്ക് പോകുന്നുണ്ട്, നമ്മളിങ്ങനെ നടന്ന് ഇതുവഴി പോകുന്നുണ്ട്. ഈ വഴിയാണെങ്കിൽ ബൈക്കിന് പോകാനുള്ള റോഡാണ് ഈ കാണുന്നത്. നമ്മൾ ബൈക്ക് വരുമ്പോഴല്ല നമ്മൾ മാറി താഴേക്ക് ഇറങ്ങി കൊടുക്കും. ¿Cuánto minutos? Minutes 14. 14. 40 മിനിറ്റ് എന്തോ ഉണ്ടെന്നാ പറയുന്നത്, എന്താ അറിയില്ല. അവര് കുടിക്കുന്ന വെള്ളമൊന്നല്ല കേട്ടോ. Water. No. Water. No. Agua. No, agua. Agua no. Alcohol. Sí. അവര് പറയാ അത് വെള്ളാണ് എന്ന്. വെറും നമ്പർ. എനിക്കറിയാലോ അത് കള്ളാണ് എന്ന്. നല്ല മണം അടിക്കുന്നുണ്ട്. നമ്മളും കുടിക്കുന്നല്ലേ. Water. No. Alcohol, agua. Alcohol. Sí. എന്നെ പിടിച്ച് കൈയെല്ലാം പിടിച്ച് മാറ്റുന്നു. ബൈക്ക് Water. Venga. ലിഫ്റ്റ് തരുമോ? ലിഫ്റ്റ്. Ya está el puente. ഓ ദേ ലിഫ്റ്റ് അടിച്ചു പോണ്. El agua. ഇതെന്താ ഇവര് ആളെ കളിയാക്ക. ലിഫ്റ്റ് അടിച്ച് അത് കയ്യിലിട്ട് അവിടുന്ന് ഇറങ്ങി അതൊക്കെയാണ് കാണിച്ചോണ്ടിരിക്കുന്നവര്. ബോധ പകുതി പോയി തുടങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാ എന്തോ. എന്തായാലും വഴിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. ഇവരുടെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അവരുടെ ഫേസ് എല്ലാം വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മുഖമാണ് കാണുന്നത്. ഇപ്പോൾ ഈ ടൗണിലെ ആൾക്കാരാണ് ഇങ്ങനെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ധരിക്കുന്നത്. പക്ഷെ കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ ഭയങ്കര ട്രൈബൽ ഡ്രസ്സും അങ്ങനെ ഭയങ്കര ഇതായിട്ടാണുള്ളത്. ഇവിടെ പിന്നെ എല്ലാം എക്സ്പെൻസീവ് ആണ്. കാരണം ഒന്നുമില്ലെങ്കിൽ ഫ്ലൈറ്റിലോ ബോട്ടിലോ നമുക്ക് ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എക്സ്പെൻസ് കൂടുതൽ കാണാം. ഇവിടെയൊക്കെ നോക്ക് എത്ര മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, അവരൊക്കെ ഷോർട്സും കുട്ടിക്കുപ്പായും ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ആ കാട്ടിലൂടെ ഗ്യാപ്പിൽ നോക്ക് ഒരു അമ്മച്ചി ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത്. അവരുടെയൊക്കെ വീട് അങ്ങനെ ഏതെങ്കിലും കാട്ടിൻ്റെ ഉള്ളിലായിരിക്കും. അതാണ് അങ്ങോട്ടെല്ലാം പോകുന്നത്. ഇത് ഇവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു ബ്രിഡ്ജാണ് കാണുന്നത്. ഇവിടെ എന്താ അത് മൂവ് ചെയ്യുന്നുണ്ടല്ലോ. മണ്ണെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാണോ? JCB എല്ലാം. ഓക്കെ, നടന്നോളാൻ പറഞ്ഞേ. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ, ഇങ്ങനത്തെ ബോട്ടിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതായിരിക്കും ചിലപ്പോൾ JCB എല്ലാം. ഇപ്പൊ വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ട് മൊത്തത്തിൽ. എനിക്ക് വെള്ളം ഒരുപാട് കുറഞ്ഞാലും ചില സ്ഥലത്തെല്ലാം പ്രശ്നമാണ്. നോക്കതേ ഞാൻ ഇതുവഴിയെല്ലാം നടന്ന് താഴേക്ക് പോകുന്നു. വെള്ളം സ്ട്രോങ് ആന്ന് തോന്നുന്നു, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോക്കിയത് ഈ ചെറിയ ഗ്യാപ്പിലൂടെ ആ പുള്ളിക്കാരി പോയത്.
Si se cae. എന്തോ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇവരിനിയും ഇനിയും കുടിച്ചിടിച്ച് അവിടെ എത്തുമ്പോൾ അവരുടെ ബോധം പോകുന്നുള്ളതാണ്. എനിക്ക് പിന്നെ ഞാൻ വഴിയെല്ലാം നോക്കി വെക്കുന്നുണ്ട് തിരിച്ചു വരാനുള്ളത്. Just water. സീ Aquí llega el സീ agua. കണ്ടോ ഇവിടെ വരെ ഇങ്ങനെ അയക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലഡ് ആയിട്ട് അത്രയും പൊക്കത്തിൽ വെള്ളം വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീട്ടിലെല്ലാം ഇങ്ങനെ വെള്ളം കയറുന്നത് കൊണ്ടാണ്. ആ ഓക്കെ ഓക്കെ അവരിങ്ങനെ മുകളിലേക്ക് വീട് പൊക്കി കെട്ടിയേക്കുന്നത്. ആകുവാ Water, yes. സീ Water. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു വില്ലേജിൽ ഇങ്ങനെ നടന്നു പോകാനായിട്ട് അപ്പുറമെല്ലാം ഇങ്ങനെ റിവർ ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെങ്കിൽ തന്നെ ഇവരിങ്ങനെ ബോട്ടെല്ലാം എടുത്തിട്ട് പോകുള്ളൂ. ഇവിടെ കാടന്നെയാണല്ലോ ചുറ്റും, വേറെ ഒന്നുമില്ല. പിന്നെ എനിക്കിനി നാളെല്ലാം പോകണം 2-3 മണിക്കൂറൊക്കെ ബോട്ടിലെടുത്ത് ഉള്ളിലേക്ക് ഡീപ്പ് വില്ലേജിൽ പോകണം. പിന്നെ മെയിനായിട്ട് കുറേ ട്രൈബൽ വില്ലേജിൽ പോകാനിപ്പോൾ നമ്മളൊരു പൈസ ഉണ്ടെങ്കിലും എന്തുണ്ടായിട്ടും കാര്യമില്ല. കാരണം അവർ ഭയങ്കര റിസർവ്ഡ് ആയിരിക്കും. സോ അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ വീഡിയോ എടുക്കുന്നത്, പുറത്ത് ആൾക്കാർ വരുന്നതൊക്കെ. അത് ശരിക്കും കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ, പുറലോകം എന്താണെന്നറിയാതെ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഇഷ്ടമല്ല പുറത്ത് ആൾക്കാരൊന്നും അങ്ങോട്ട് വരുന്നത്, അവർ കാണുന്നതൊക്കെ. ഞാനിവരുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തെങ്കിലും കഴിക്കാൻ ഇവിടെ കിട്ടുമോ, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വാങ്ങി കഴിക്കണം എന്ന്. അവിടെ ഞാൻ ബാഗ് വെച്ചിട്ട് തിരിച്ച് ആ ടൗണിലേക്ക് പോകുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടുന്ന് വേറെ വില്ലേജിലേക്കാണ് പോയത്. മീ ഹാംബ്രേ ഓ കാറോ കാറോ No carro, no carro, no bike, no. ഓ സി No bike. ഞാൻ കാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോ കാറോ No, el carro. ഉയ് കാറോ. No, thank you. അയ്യോ ഇതെന്താ പ്രശ്നം എന്നറിയോ, അവർക്ക് മനസ്സിലാവുന്നില്ല. കാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇതുണ്ട്. കാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിനെയും കാറോ എന്ന് പറയും, എക്സ്പെൻസീവ് എന്നുള്ളതിനെയും കാറോ എന്ന് പറയും. അതാണ് പ്രശ്നം. അതവർക്ക് 2 കൂടെ കൺഫ്യൂഷൻ ആയിട്ടുള്ളേ. ഞാൻ ചോദിച്ചത് അവർക്ക് മനസ്സിലായില്ല. നീ ട്രാൻസ്ലേറ്റ് ചോദിക്കണം, അതാണ്. നോ മീ ക്വാന്തോ കാറോ. No carro, no. അങ്ങനെ അല്ലെന്ന് മാത്രം പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, ട്രാൻസ്ലേറ്റ് ചോദിക്കണം. ചാൻസ് കുറവാണ് എക്സ്പെൻസീവ് ആവാൻ. കാരണം ഇതിപ്പോൾ ഓൾറെഡി വില്ലേജിലെ ആൾക്കാർ മാത്രം വരുന്ന, ഒരു ടൂറിസ്റ്റും പോകാത്ത സ്ഥലമാണ്. ലോക്കൽ ആൾക്കാർ മാത്രം താമസിക്കുന്ന വില്ലേജ് ആയതുകൊണ്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാരല്ലേ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവുള്ളൂ. അതാണ്. നോ ആക്കി നോ No creo. Ay. comida aquí no Vamos a buscar. Aquí. River. Yes. comida no Buscar. ¿Mm? Hay que buscar fish. ¿A dónde? Sí. Para adelante, ¿estás cansada? ¿Cansada? No, hambre. Water. Sí, gracias. Hambre എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗ്രി, വിശക്കുന്നു. hambre. muy hambre. കൊറേ വിശക്കുന്നു. ഈ കാണുന്നത് എന്താന്ന് മനസ്സിലായോ? സ്കൂളാണ്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ടാണ് ഇന്ന് സ്കൂൾ ഇല്ലാത്ത. സൺഡേ നോ സ്കൂൾ മഞ്ഞാന. ഇവിടെ സ്കൂൾ ലൈഫ് എങ്ങനെയാന്ന് കാണായിരുന്നു. പിള്ളേരൊക്കെ പഠിക്കുന്നത് അടിപൊളി. എല്ലാം ഇങ്ങനെ ഹൈറ്റിലാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്, വെള്ളം കയറുന്നോണ്ട്. ഇങ്ങനെ തൊട്ട് അടുത്ത വീട് പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നി കണ്ടപ്പോ തന്നെ എന്തോ ഇത് വേറെ എന്തോ സംഭവമാണ്, വീടുകളല്ല എന്നുള്ളത്. കാരണം ആൾക്കാരെ ഒന്നും കാണുന്നില്ല, എല്ലാം അടച്ചു പൂട്ടിയേക്കുന്നത്. അതാണ്. അപ്പോൾ സ്കൂളുള്ള ടൈം ആയിരുന്നെങ്കിൽ അടിപൊളിയായേനെ, പിള്ളേരെല്ലാം കണ്ടിട്ട്. പക്ഷെ ഇപ്പം സ്കൂളില്ല. അവിടെ കുറേ ചെയറെല്ലാം ഇട്ട് കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ സ്കൂളിൻ്റെ പരിപാടിയൊക്കെ നടത്തുന്ന വലിയൊരു ഗ്രൗണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അടിച്ചുപൊളിയും പാർട്ടിയും പരിപാടിയും ഹാപ്പി ആയിട്ട് നടക്കലായിരിക്കും. ഇവിടെ ഈ സ്കൂളിനോട് ചേർന്ന് തന്നെ സ്കൂളിൽ എന്തായാലും മെയിൻ ഓഫീസൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ വെള്ളമൊക്കെ ആയിട്ട് സ്പോർട്സിൻ്റെ എന്തോ ആൾക്കാരാന്ന് തോന്നുന്നു. ഇവിടെ തന്നെയുള്ള ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം ഇവിടെ ഡ്രൈ സീസൺ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഇതുവഴി നടക്കാം. അല്ലെങ്കിൽ ഇതുവഴി ബോട്ടിൽ പോകേണ്ടി വന്നേനെ എല്ലാവിടെയും. ഐരു എന്നാണല്ലോ പറയണേ. എന്താ ഐരു എന്ന് പറയുന്ന എന്താ സംഭവം, എന്താന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. റെസ്റ്റോറന്റ് ചോദിക്കുകയാണ് അവര്. ഓ വിശക്കുന്നുണ്ട്, നടക്കാൻ പറ്റില്ല. ഇനി നടന്ന വഴിയൊക്കെ തിരിച്ചു പോകണ്ടേ? ഇതുവഴി തന്നെ നടക്കണം. കുറേ കിലോമീറ്റർ ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുക. നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി
നമ്മളിവിടെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ¿Dónde? No, tío. Hola. ¿Para dónde? Aquí, para la orilla. No, y aquí solo, a ver, de aquí... Y una cerveza, no hay agua, no hay empanada. Lejos, nadie. cerca. Uy, como de aquí unos 15 minutos Ah, o menos. one. De aquí se van a ver directa, cogen la calle. Llegan hasta el portón en que termina la calle. Sí, en derecha. Esa es la primera finca. De ahí siguen. No, pero comer, pero para comer. Sí, ahí hay de todo. De ahí van a seguir derecho, la trochita es así, de barro, siguen derecho. Van a llegar en el portón. Llegan en el portón. 25. 25 to you. Llegan, ¿Ah? llegan en el 25 portón y minutes. siguen. Ahí ya va a aparecer el Minutes. lote, ahí ya Minutes. dice Flor de Loto. 25 Ahí minutes. es el restaurante de todo. ¿De todo? De 25 to you minutes. Cerveza. Ya, mejor Cerca. dicho, de todo va a haber ahí. 25 minutes. Sí. Vale. 25. 25 you. 25 minutes. Ah, lejos. Ah, Encontrar gracias, hijo. este No, es lejos. Yes. Piraña, pez. En pirañas. ¿Qué? Muchos fish. Piraña. 25 minutes. 25 fighting. Media hora. Sí. 15 minutos. Oh, no, media 20 hora. minutos. 20 minutos. Vimos la cachaza, O ¿dónde está? menos. La cachaza, ¿vende? ¿Cuántos minutes? Por ahí unos 15 o menos. Pues 20 minutes. 20 minutes. 20 15, minutes. 15, 15. así. 15. Así. How are you too? Despacio, 20 minutes. Ah. 20 minutos Ah, contigo. 15 minutos despacio. Con ella que vale. Va Y la rápido, botella, y la va botella, y rápido. la botella. ¿Tiene botella para vender? No, allá venden de todo. No hay nada aquí, no está bien. Ah, pues la pendejo. tienda, si desean, hay una tienda. Voy a traer una botella. Aquí en Voy a la traer una casa, botella. acá. ¿Cuánto എന്തോ vale? പറയുന്നു. No sé, solo venden cerveza. എനിക്ക് കുറച്ചെല്ലാം മനസ്സിലാവുന്നു കുറച്ചെല്ലാം മനസ്സിലാവുന്നില്ല. പിന്നെ മുകളിലെ നല്ല രസമാണ് വേറൊരു ഡിഫറെന്റ് ടൈപ്പ് നമ്മളേതോ സിനിമയിലെല്ലാം കാണുന്ന പോലത്തെ. ഞാനിത് ഇവന്റെ കൂടെ പോവാണ്. എന്തിനാന്നറിയോ? അവർക്ക് കള്ള് മേടിച്ചു കൊടുക്കാൻ. അവരിനി പകുതി വഴിയിൽ ഓഫായി കിടക്കുന്ന എനിക്ക് തോന്നുന്നു. എപ്പാടി തുടങ്ങിയതാണോ എന്നറിയില്ല. അപ്പോൾ ആൽക്കഹോൾ Sí. Sí. Cerveza, ajá, póker. ആ അപ്പം അത് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് എനിക്കും കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇത് എനിക്കൊന്ന് ലോക്കൽ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. അവിടെ ഒരു പാം ട്രീ കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്നുള്ള ഒരു ജ്യൂസാണിത്. ജ്യൂസ് പോലത്തെ. അവർ മേടിക്കാൻ വന്നാൽ അവർക്കത് കിട്ടിയിട്ടില്ല. Fruited and pulp. വേറെ ടേസ്റ്റാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളൂല. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ കയ്യിൽ ഇത് അവിടെ ഒരു പീനട്ട് ഉണ്ടായിരുന്നു. അത് നമ്മളിവിടെ ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാണ്. നടപടിയില്ല. ഇനി എനിക്ക് നടക്കണമെങ്കിൽ എനർജി വേണം. ഇപ്പം തന്നെ 7 കിലോമീറ്റർ ഒന്ന് നടന്ന് മൊത്തത്തിൽ. ഇനി ഇതൊക്കെ തിരിച്ചടക്കണ്ടേ? ഇതൊന്നും തിരിച്ചടക്കേണ്ട ഓപ്ഷൻ ഇല്ല. അങ്ങോട്ടിനൊന്നും റെസ്റ്റോറൻറ്റ് കാണുന്നു പോലും ഇല്ല. അത്രയും ദൂരെയാണ്. നമുക്ക് ഇപ്പം ആകെ ഒരു വീടും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് കാണുന്നത്. ഇവിടെ ദേ റിവർ ഉണ്ട്. റിവറിലൂടെ എല്ലാം പശു എല്ലാം നടക്കുന്നത് കാണുന്നുണ്ട്. എസ്പേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് എന്നാണ്. പീനട്ടെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്ഷീണിച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അത്ര ടയേർഡായിട്ടുള്ളേ. 2-3 ദിവസമായിട്ട് എൻ്റെ ഉറക്കം റെഡി ആയിട്ടില്ല. ഇന്നലെ ഞാൻ 1 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത്. അതിനിടയിൽ ഞാൻ 2 ഫ്ലൈറ്റ് എടുത്ത് 5 മണിക്കൂർ ലേയോർ ഇരുന്നിട്ടാണ് ഞാൻ വരുന്നത്. ഭയങ്കര ടയേർഡായി. സോ അയ്യോ മുണ്ടാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ കിലോമീറ്റർ ഒരു 8 കിലോമീറ്റർ നടന്നപ്പോൾ അതിനെക്കാട്ടിലായി. 20 ഇനി 20 മിനിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കാണുന്ന പോലും ഇല്ല. അപ്പോൾ വില്ലേജ് പോലും ഇല്ല. അപ്പോൾ ആമസോൺ ഫോറസ്റ്റ് കാടിൻ്റെ ഉള്ളിലേക്ക് എത്തി തുടങ്ങി. കാട്ടിൻ്റെ ഉള്ളിലെത്തി തുടങ്ങി. Selva. Andando en la selva de Leticia, en Amazonas. ഈ പുള്ളിക്കാരൻ്റെ മമ്മ ബ്രസീൽ. Big Spanish, Brazil. Mi mamá es peruana. Colombia. Peruana. Del Perú, mi mamá. Mi papá es colombiano. Brasilera. പപ്പ Colombiano. No, mamá peruana, mi papá colombiana. കൊളംബിയാന അങ്ങനെ അവർ പറയാം. കൊളംബിയാന. നോ Esta flor de lota. Ahí está la flor de ലേഹോ കുറേ നടന്നിപ്പോൾ ഏതോ ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുഡിൻ്റെ വില കേട്ടിട്ട് ഞാൻ എൻ്റെ കിളി പോയിട്ടിരിക്കുക. വിശപ്പൊക്കെ ഉള്ളിലേക്ക് പോയി. 6500 ഇന്ത്യൻ റുപ്പി ഒരാൾക്ക്. ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ലൈറ്റായിട്ട് മേടിച്ചിട്ട് അവർക്കും ലൈറ്റായിട്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുക.
അങ്ങനെയല്ല ഞാൻ മേടിച്ചിട്ട് വിചാരിച്ചിട്ട് ഞാൻ നടന്നു വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ വില കേട്ടിട്ട് ഞാൻ ഞെട്ടി. ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അപ്പം ഞാൻ നടന്ന് അങ്ങോട്ട് പോയി. നോക്ക്, നല്ല രസമുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ആ ഇലയെല്ലാം. നമ്മളെ നാട്ടിലുള്ള പോലത്തെ ടൈപ്പല്ല. അവിടെ പൂക്കൾ കണ്ടില്ലേ? ആ പൂക്കൾ കാണുമ്പോൾ തന്നെ വ്യത്യാസമുണ്ട്. ഒരു വൈറ്റ് കളറിലെല്ലാം ആമ്പലാണ് കാണുന്നത്. പിന്നെ നോക്ക്, ഇവിടെ എല്ലാം കുറേ ടൈപ്പ് ഫ്രൂട്ട്സ് എല്ലാം കാണാം. അത് എഡിബിളാണോ എന്നറിയില്ല, പക്ഷെ എഡിബിളായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം കാണാൻ പറ്റും. അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന്. അവിടെ അത്രയും പൈസയാണ്. അത് മാത്രമല്ല നല്ലൊരു പണിയും കിട്ടി. അവിടെ 12,000 പെസോസ് കൊടുക്കേണ്ടി വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൂറിസ്റ്റ് ആയതുകൊണ്ട് അവരുടെ അതിലേക്ക് എൻട്രി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫുള്ള് സ്കാമാണ്. കാരണം അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ഞാൻ അന്നെല്ലാം ചിക്കനും ഗ്രില്ലെല്ലാം മേടിച്ചത് 7,000-ഉം ഫുഡ് കഴിക്കുന്നത് 14,000 16,000 പെസോനാണ് ഫുൾ ഫുഡ് സാധാരണ കഴിക്കാറ്. ആമസോണിൽ ഡിഫറെൻ്റ് ആയിരിക്കും പ്രൈസ്. ഒരു ചെറിയ മയത്തിലൊക്കെ കൂടും, ഒരു ലിമിറ്റിൽ കൂടുതൽ. ഇതെന്താ, ഇതൊരു 10 പേർക്ക് ഫുഡ് കഴിക്കാനുള്ള അത്രയും പൈസയാണ് ഇവിടെ ഒരാൾക്ക് കഴിക്കാൻ പറയുന്നത്. അത് പോട്ടെ, ഇപ്പം ഞാൻ ഒരു നേരത്തെ ഫുഡ് കഴിക്കണ പൈസ വെറുതെ കൊടുത്ത്, അത് കൊടുക്കാണ്ട് അവർ വിടുന്നില്ല. ഇവരുടെ അടുത്ത് പൈസ മേടിച്ചില്ല, എൻ്റെ അടുത്ത് മാത്രം. അതെന്താ ടൂറിസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ പോലെ ടൂറിസ്റ്റ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഓൾറെഡി പറഞ്ഞു, ടൂറിസ്റ്റ് ടാക്സ് ഞാൻ ഓൾറെഡി എയർപോർട്ടിൽ അടച്ചതാണെന്ന്. അവർ ഈ ക്യാമറയും പുറത്തത്തെ ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്ത് ഇവിടെ 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് സ്കാം ഉണ്ടാവും, അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം, പൈസേൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി എല്ലാവരും പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിവിടെ ലോക്കായിപ്പോയി. ഞാൻ എത്രയോ നേരം സംസാരിച്ച് ട്രാൻസ്ലേറ്റിൽ, എന്നിട്ട് അവർ വിടുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും നോക്കിയിട്ട് തന്നെ പോകുന്നുള്ളൂ. ഇപ്പോൾ ബോട്ടിനെല്ലാം എത്ര ആവും നോക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു വില്ലേജിൽ മാത്രം പോയിട്ട് മറ്റേ പെറുവിലേക്കെല്ലാം എൻ്റർ ചെയ്യേണ്ടി വരും. ഈ വീടൊക്കെ നോക്ക്, ഏതോ ഒരു സിനിമയിലൊക്കെ ഞാൻ കണ്ട പോലൊരു ഫീൽ എനിക്ക്. നല്ല രസമാണ്. ചുറ്റും കാടും കിളികളും ചെറിയ നദികളും ഇങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട വീടും. നല്ല രസമുണ്ട് കാണാൻ. നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഒരു മതിലൊക്കെ കണ്ടില്ലേ, മതിലെല്ലാം കെട്ടിയേക്കുന്നത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു മുള പോലത്തെ ഒരു ഇത് വെച്ചിട്ട്, മരം വെച്ചിട്ടാണ് അവർ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ മുറ്റമെല്ലാം അടിച്ചു വാരിയിട്ടുണ്ടോന്നു. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കുന്നത് കാണാം. എങ്ങോട്ടോ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, എനിക്കറിയില്ല എങ്ങോട്ടാന്ന്. ഇനി ഇവിടെ നോക്ക്, വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയും പൂവാണ് കാണുന്നത്. അതിലെല്ലാം ഓരോ തേനീച്ചെല്ലാം വന്നിങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. കണ്ടോ, ഒരുമാതിരത്തെ ടൈപ്പ് വാഴ. ഞാൻ ഈ ഒരു സാധനം കാണിച്ചിട്ട് ഞാനത് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർ പറയാ കഴിക്കാനുള്ളതല്ല, ചത്തു പോന്ന്. ഇത് സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നേ. നോ, ഇങ്ങനെ മധുരമില്ല, ഡേഞ്ചറാണ് ചത്തു എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായത് എന്താ സാധനം, ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഇത് കേട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു ടേസ്റ്റ് ഇല്ലാത്ത, മധുരമില്ലാത്ത. പക്ഷെ ആ സാധനം തന്നെ, അതിൻ്റെ പേര് ഓർക്കണില്ലതാ. ഇവിടെ നോക്ക്, മരങ്ങളെല്ലാം നോക്കി നല്ല രസമായിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്പുറത്തേക്ക് വന്നിട്ട് ഫുള്ള് പകുതി വെട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ഫുള്ള് കാടും കിളികളാണ്. ശരിക്കും കിളികളുടെ സൗണ്ട് ഇങ്ങനെ കിരി 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 കിരിന്ന് കേൾക്കുന്നുണ്ട്. എന്നാ വലിയ റിവറാണ് കാണുന്നത്. ആമസോൺ റിവറാണ് ഈ കാണുന്നത്. ആമസോൺ റിവർ. Amazon River es grande. Sí, grande, muy Amazon grande. River, mira. Sí, Amazon. grande, muy Ese grande. es el Amazon. Sí, muy grande. La Victoria Regia es esto. Reserva Victoria Regia. ഏതൊക്കെ സൈഡിൽ എത്ര പെട്ടെന്നതായോ? എത്ര പെട്ടെന്നതായോ? എത്ര പെട്ടെന്നതായോ? അയിരു എന്ന് അവര് പറയണ. ഇവരെന്താ ഇങ്ങനെ അയിരു എന്ന് പറയണത്? ഓ, അയിരു പെറോനോ? അയിരു ഇവിടെ അയിരു. No, él te va a oler. Sí. Conócela a la muchacha, conócela a la muchacha. La muchacha es mía, marica. ഇതെന്താ ഒരു La Victoria അടിപൊളി Regia. സ്പോട്ടാണല്ലോ. Una reserva Victoria Regia. Mira, toma, റിവറും Victoria Regia. നല്ല രസമുള്ള ഏരിയ. Victoria Regia. ഇവിടുന്ന് നടക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ഇപ്പം നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് അറിയോ? എയർപോർട്ട് ഇവിടെ നടന്നതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഡെഡ് എൻഡ് ആണ്. ഇനി അങ്ങോട്ട് ചുറ്റും ആ ആമസോൺ ഫോറസ്റ്റ്, ആമസോൺ റിവറാണ് കാണുന്നത്. കണ്ടോ, ആമസോൺ റിവർ എന്ന് കണ്ടില്ലേ, അതാണ് ചുറ്റുള്ളത്. ഇനി അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, ബോട്ടിൽ മാത്രമേ പോകാൻ പറ്റൂ. ഇത് നോക്കി, ആമസോൺ റിവറിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. ഇതെല്ലാം ലോക്കൽ ആൾക്കാരാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലോക്കൽ ആൾക്കാർ കയറുന്ന ഇതുവഴിയാണ്, അതുവഴിയാണ്. അപ്പോൾ നമ്മളും കയറിയിട്ട് ബോട്ടിലാണ് തിരിച്ചു പോകുന്നത്. കാരണം ഒരുപാട് ദൂരം നമ്മൾ വന്നു, ഇനി തിരിച്ചു പോകാൻ ഒരുപാട് ടൈം എടുക്കും. അതാണ് ഇവിടെ നോക്കി, നല്ല രസമുള്ള സ്ഥലം, അടിപൊളി. കണ്ടോ,
അവിടെ എല്ലാം പോകുന്നുണ്ട്. പക്ഷെ അവർ വിളിച്ചിട്ടത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവരെല്ലാം സ്ലോ ആയിട്ടും സ്പീഡായിട്ടും എല്ലാം പോകുന്നുണ്ട്. അവിടുന്ന് വരുന്നുണ്ട്, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. കാരണം ഇവിടെ വണ്ടികൾ വേറെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. റോഡ് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ചുറ്റും വെള്ളമാണ്. ഇതാണ് ഏറ്റവും ഡെഡ് എൻഡ്. ലെറ്റീസിയെന്ന് എൻഡ് വരെ നമ്മൾ നടന്നു, ഇനി പോകാൻ പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ബോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. ഇപ്പം എനിക്ക് കിട്ടിയ സ്കാമ് പോലെ പല സ്കാമും ഉണ്ടാവും. അതെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ നല്ലപോലെ പണി കിട്ടും. സോ ഇനി ഞാൻ കുറച്ചുകൂടെ ഒരു പണി കിട്ടിയത് കൊണ്ട് ഇനി കുറച്ചുകൂടെ ഞാൻ കെയർഫുൾ ആയിരിക്കും. ഇതിൻ്റെ അപ്പുറം കാണുന്നതെല്ലാം പെറുവാണേ. ആ വീടെല്ലാം നിൽക്കുന്ന കണ്ടില്ലേ, ആ വീട് നിൽക്കുന്നതെല്ലാം പെറുവിലാണ്. പിന്നെ നമുക്ക് ബ്രസീലിലെല്ലാം ഒരു സ്ഥലത്ത് മാത്രം എൻട്രി ചെയ്യാൻ പറ്റും, വിസ ഇല്ലാണ്ട്. നമുക്ക് ബോട്ട് എടുത്തിട്ട് പോകാൻ പറ്റും. മേ ബി ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും കൂടെ പോകും. എൻ്റെ കൈയെല്ലാം പിടിച്ചിട്ട് കൊണ്ടുപോവാണ് ഇതുവഴി പോകുന്നു പറഞ്ഞിട്ട്. നോക്ക്, ആ ടൂറിസ്മോ സി, അതെല്ലാം ടൂറിസ്റ്റ് ബോട്ടാണ്. ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ വരില്ലേ, അപ്പം അങ്ങനെ കൊണ്ടുപോകുന്നത്. അതെല്ലാം ഒരു പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെ എങ്ങോട്ട് പോകണമെങ്കിലും ടൂർ ഗൈഡായിട്ട് ആൾക്കാർ പോകുള്ളൂ. ആരും ഒറ്റയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പോകില്ല. ഞാൻ മാത്രമായിരിക്കും ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കെല്ലാം പോയിട്ട്. ഇതും ഇങ്ങനെ ടൂറിസ്റ്റുകൾ ചിലപ്പോൾ ഒരു കപ്പിൾസ് അങ്ങനെയെല്ലാം പോകുന്നതായിരിക്കും. ഇവരെങ്ങടെ തന്നെ കൊണ്ടുപോണ്? വെള്ളത്തിലേക്ക് തള്ളിയിടാനാണോ? നീന്താൻ തന്നെ എനിക്ക് അറിയില്ല കേട്ടോ. തമാശ കളിക്കല്ലേ, തമാശ കളിക്കല്ലേ. ഇവിടെ എല്ലാം ഇടിഞ്ഞിഴിഞ്ഞ് വീണിട്ടാണ് അങ്ങനെ കാണുന്നത്. ഷോ, എനിക്ക് വയ്യ. നമ്മൾ കുറേ നേരമായി നിൽക്കുന്നത്. പല ബോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നമ്മളുടെ ഭാഗത്തേക്ക് മാത്രമാണ് കൂടുതൽ ബോട്ടും അങ്ങനെ പോവാത്തത്. എല്ലാം കാട്ടിലേക്ക് ട്രൈബിലേക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അതൊന്നും ഒരുപാട് ഉള്ളിലേക്കായിരിക്കൂല. ഇത് നോക്ക്, എന്തോ ഒരു പ്രത്യേക കായല് നമ്മളെ നാട്ടിൽ ഓരോ സാധനമൊക്കെ വലിക്കുന്ന പോലെ കഞ്ചാവാണെന്നാണ് ഇവര് പറഞ്ഞത്. എന്തോ അതാണ് ആദ്യം അവര് ചോദിച്ചപ്പോ തന്നില്ല. പിന്നെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരെനിക്ക് തന്നത്. അതുപോലെ ഈ ആമസോണിൽ പ്രത്യേകമായിട്ടുള്ള കുറെ ഉണ്ട്. മരുവാന ഗ്രീഫ് എന്താ? ആമസോൺ സ്പെഷ്യൽ. എന്തോ പറയുന്നു. ഇവിടെ കൊറേ നേരമായിട്ട് ഞങ്ങൾ ഇരിക്കാം, ഒരു ബോട്ടും വരുന്നില്ല. ബോട്ടെല്ലാം പോയതെല്ലാം ആ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ആ അറ്റത്ത് കൂടെ ഒരെണ്ണൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് പോയിട്ടില്ല. ബോട്ടില് വെള്ളം കുടിച്ച് തീർക്കാൻ വിശക്കുന്നത്. ഹാംബ്രേ ഇല്ല. Vas a una cosa, yo estuve en el monte y un resto en la selva. En la selva. Selva? Tú vas a escribir. Venga, yo te escribo en la selva. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ കൊടുക്കട്ടെ, അല്ലെങ്കിൽ മനസ്സിലാവൂല. En la jungla estuve. ഓക്കെ. ഹാംബ്രേ, ഹാംബ്രേ. No, agua. ഓക്കെ. Supervivencia. എനർജി. Subete es esto. Pero eso también de... എനിക്കറിയാം, അവർക്കും എനിക്കും വിശക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കഴിച്ചതാണ്. ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ബർഗർ കഴിച്ചത്, പിന്നെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത്. നമ്മള് ഇവരെൻ്റെ അടുത്ത് പറയാ, പേടിക്കണ്ട, ഞങ്ങള് സേഫായിട്ട് നോക്കിക്കോളാന്നൊക്കെ. ഞാൻ പറഞ്ഞ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഈ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനോ. എൻ്റെ പെപ്പർ സ്പ്രേ ഉണ്ട്, എൻ്റെ ഇതാ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സ്റ്റിക്കെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. മറ്റേ ഇതിൻ്റെ സ്റ്റിക്കെല്ലാം. അവസാനം നമ്മളെ ബോട്ട് എത്തിയിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് ബോട്ടില്ലാണ്ട് നമ്മൾ ആകതായിട്ടിരിക്കുന്നത്. എങ്ങനെ അത്ര ഹൈറ്റ് എന്നല്ല അങ്ങോട്ട് ചാടുന്നത്, അതപ്പം ഞാൻ ആലോചിക്കുന്നു. എനിക്കാണ് ഉറക്കം വന്നിട്ട് വയ്യ. ഇവിടെ കഴിച്ചാൽ കിടന്ന് ഉറങ്ങാം, അങ്ങനെയുള്ളതിലല്ല. എവിടെയെങ്കിലും കിടന്നുറങ്ങാം. പോയി നോക്കട്ടെ. ലൈഫ് ജാക്കറ്റ് ഒന്നുമില്ല, അങ്ങനെ പോകണം. പോയിട്ട് എന്താവോ എന്തോ. സാധാരണ ഇവിടെ പോകുമ്പോൾ ലോക്കൽ ആൾക്കാരല്ലാണ്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടാണ് പോവാ. ആൾക്കെന്നെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ഇറങ്ങും? ടാസ്ക് തന്നെ കേട്ടോ അതിറങ്ങാൻ. ആളിറങ്ങാൻ തന്നെ പാടുപെടുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇറങ്ങും? ചാടേണ്ടി. No, video. No, video. Fírmala. Dale. No, dale. അയ്യോ,
Dale. Siéntate, 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 siéntate. Ahí que se sienta ahí al lado tuyo, vos. Espera, espera. Ahí ¿A dónde? siéntate. ¿Aquí? Siéntate. ¿Qué sí? Dale. എൻ്റെ അമ്മോ. ടാസ്ക് കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് ടാസ്ക്. ഇതിലൊക്കെ വെള്ളം മുങ്ങി ചത്തു. അയ്യോ എന്താ പോന്തോ വണ്ടിയിലെടുത്തിട്ടുണ്ട്. അയ്യോ നോക്കി പോ. എടാ ബാലൻസ് എല്ലാം ഉണ്ടോ ആർക്കറിയാം. സീന് ചെറിയൊരിതാണ്. നടുവിലിരിക്കാൻ പറയുന്നതിന്. ടെൻഷനാക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ. ഇത് തൊട്ടപ്പുറേ വെള്ളം ഇങ്ങനെ തൊടാൻ പറ്റും അത്രക്ക്. സ്വിമ്മിങ് നോ മീ നോ. ആളിതാ വെള്ളമെല്ലാം എടുത്ത് പുറത്തേക്ക് കളയുന്നുണ്ട് കേട്ടാ. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ട് കണ്ടില്ല. അതുപോലെ പേടിയെല്ലാം മനസ്സിലുണ്ടെങ്കിലും ഇത് ആമസോൺ റിവർ ആണല്ലോ, ആമസോൺ ഫോറസ്റ്റ് കൂടെ ആണല്ലോ പോണേന്നൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണല്ലോ എന്നെല്ലാം ഓർക്കുന്ന സമയത്ത് ഓക്കെ എനിക്കത് എൻജോയ് ചെയ്യട്ടെ. ഞാൻ പേടിച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഞാൻ മരിക്കാനുള്ളതാണെങ്കിൽ മരിക്കും എന്ന് വിശ്വസിച്ച് ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തതോ വെള്ളം തൊടാൻ പറ്റും അത്ര സീനിൽ. വെള്ളം മുങ്ങി പോവില്ലേ തോന്നലുണ്ട് അറിയാണ്ടുള്ളില്, എന്നാലും കുഴപ്പമില്ല. വെള്ളം എടുത്ത് തന്നെ മേത്താക്ക്. വേറെ ബോട്ടിൽ അടുത്ത് കൂടെ പോകുമ്പില്ലേ നല്ല രീതിയിൽ വേവ്സ് അടിക്കുന്നത്. ഓ അതിനിടയിൽ എന്തൊക്കെയോ ഉണ്ട്, അതെല്ലാം തട്ടി തടഞ്ഞെല്ലാം വരുന്നത്. ആളിതൊന്നും നോക്കാണ്ടാണോ ഓടിക്കുന്നത്. വെള്ളം ഉള്ളിലേക്ക് കയറുന്ന വെള്ളം കളയുന്നുണ്ട്. എൻ്റെ അമ്മോ എന്താവും എന്തോ. നമ്മൾ ഇത്രയും ദൂരം നടന്നു എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ നേരമായിട്ട് ബോട്ടിൽ പോകുന്നു, ഇതുവരെ എത്തിയിട്ടില്ല. എങ്ങനെ പോകുന്നു നോക്ക്, തിരിഞ്ഞും മറിഞ്ഞെല്ലാം പോകുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ ഗോസ്റ്റ് കാണിക്കുന്നുണ്ട്. അതാ ഒരു ബോട്ട് ഇപ്പം അടുത്തും കൂടെ പോയി, അതുകൊണ്ടാണ് ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. 10-15 മിനിറ്റായി. നമ്മളിതാ ബോട്ടിലാണ് വന്നിറങ്ങിയിട്ട് നോക്ക്. ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞു പോവാണ് നടക്കുമ്പോൾ. നോക്ക് കണ്ടോ, നമ്മൾ ബോട്ടിൽ ലിഫ്റ്റ് അടിച്ച്. ബോട്ടിൽ പൈസ ഒന്നും ചോദിച്ചില്ല അവർ, പൈസ നമ്മൾ കൊടുത്തതുമില്ല. ലിഫ്റ്റ് അടിച്ചിട്ടാണ് വന്നത്. ബോട്ടിലും അങ്ങനെ ലിഫ്റ്റ് അടിച്ച് അയാൾ കടിച്ച്. ഓക്കെ സി ഗ്രാസിയാസ്. ഓക്കെ ഇതെന്തോ കഴിക്കാനുള്ള ഫ്രൂട്ടാണ്. ഈ ആമസോൺ ഫോറസ്റ്റിൽ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുവരെ കാണാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ആളെനിക്ക് കടിച്ചാ എനിക്ക് തന്നെ, അതുകൊണ്ട് ഞാൻ മേടിക്കാൻ. പുളിയാണല്ലോ എന്നിട്ട്. മധുരല്ല പുളിയാ, ഒരു സീഡാ. ഫ്ലൈറ്റെല്ലാം ഇങ്ങനെ അടുത്തുനിന്നേ കാണാൻ പറ്റുന്നുണ്ട്, തൊട്ടപ്പുറം എയർപോർട്ടായതുകൊണ്ട്. അവിടെ നമ്മൾ വേറെ സ്ഥലത്താണ് ഇറങ്ങിയത്. അപ്പോൾ വീണ്ടും നമുക്ക് തിരിച്ചങ്ങോട്ട് നടക്കാനുണ്ട് കുറച്ച്. അതുകൊണ്ട് ഇങ്ങനെ ഇതാ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, അതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. കണ്ടില്ലേ, കുറച്ച് നേരം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ബോട്ട് എടുക്കണം എന്ന്. ആ ബോട്ടെ കോക്കോ ക്രോക്കോഡൈലെല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ അത് ഇവിടെ അല്ല, വേറെ സ്ഥലത്തെല്ലാം ഉണ്ട്. ഉള്ളിലേക്ക് ഡീപ്പ് ഫോറസ്റ്റിലേക്കെല്ലാം പോയി കഴിഞ്ഞാലേ ഉള്ളൂ. ഇവിടെ എല്ലാം നോർമൽ ഇതാണ് ഉള്ളത്. ഇത് നോക്ക്, ഇഷ്ടംപോലെ തവളപ്പൊട്ടലാ. ഒരു കോടി തവളപ്പൊട്ടൽ കാണാം. കണ്ടാ, എൻ്റെ അവിടെ ഇതിന് തവളപ്പൊട്ടൽ എന്നാ പറയുന്നത്. എന്താ ടാഡ്പോൾസ് എന്നല്ലേ പറയുന്നത് ഇംഗ്ലീഷ്. അങ്ങനെ എന്തോ ആണ്, ടാഡ്പോൾസ് അല്ലേ പറയുന്നത്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഈ വീടൊക്കെ നോക്ക്, എന്ത് രസമാണ്. ആ വെള്ളത്തിലാണ് ആ വീടെല്ലാം നിൽക്കുന്നത്. ഇതൊക്കെ കുഞ്ഞു പിള്ളേരാണ് ഇവിടെ തുഴഞ്ഞിട്ട് വരുന്നത്. ബോട്ടെല്ലാം നോക്ക്, ചെറിയ കൊച്ചാണത്. ഈ ഫ്രണ്ടിലിരിക്കണം ചെറുത്, ബാക്കിലിരിക്കണം ചെറുത്. ഇത്രയും ചെറിയ പിള്ളേരെല്ലാം ഇങ്ങനെ, ഇവര് പണ്ടോട്ടേ ഇങ്ങനെ ആയിരിക്കും. ഫുള്ള് തുഴഞ്ഞ് ശീലം ഉണ്ടാവും. അതുകൊണ്ട് അവർക്കൊരു വെള്ളവും പേടിയുണ്ടാവില്ല, സിമ്പിളായിട്ട് പോകും. ഇവിടെ ഒരു ആക്കി എൻ്റെ അടുത്ത് കയറാൻ പറയുന്നു. ആ കൊച്ചൊക്കെയാണ് പിടിച്ചു നിർത്തുന്നത്. ഞാൻ നാണക്കേട്. അയ്യോ നിർത്ത് പിള്ളേരെ, നിർത്തി ചാടിക്കയറാം. അയ്യോ കേറി
അയ്യോ ഇത്രയും ചെറിയ പിള്ളേർക്ക് പേടിയില്ല, എനിക്ക് പേടി, നാണക്കേട് തന്നെ കേട്ടാ. കണ്ടോ അവളെല്ലാം സിമ്പിളായിട്ട് തുഴഞ്ഞു വരുമ്പോ ഞാനിങ്ങനെ ആ തോണിയിൽ കയറി അപ്പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുക. ആ പിള്ളേരാ നമ്മളെ കൊണ്ടാക്കുന്നത്. അവിടെ നോക്ക്, അവര് ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുന്നു. ഇളകുന്നുണ്ട്. നാണക്കേട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പിള്ളേർക്കത് ഒരു പേടിയില്ല. ഞാനിങ്ങനെ പേടിച്ചിട്ട് പോകുന്നത്. വെള്ളത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പേടിയുണ്ട് എനിക്ക്. വെള്ളാകാണ്ട് അങ്ങനെ. ഓ ആ കൊച്ചാണ് അത് വലിക്കുന്നത്. എന്റെ അമ്മ, ആ കുഞ്ഞു കൊച്ച്, ആ കുഞ്ഞു കൊച്ചിനെല്ലാം അത് വലിച്ച വരുവോ? അതാ ഞാൻ ആലോചിക്കുന്നത്. ആ ആള് ഷൂരാൻ പോന്ന് ഹെൽപ്പ് ചെയ്യാൻ. അല്ലാണ്ട് അവ കൊച്ചിന് വലിച്ചെങ്ങനെ വരണേ? ഞാൻ വലിച്ചാൽ തന്നെ അത് വരില്ല. ഓ സമ്മതിച്ച്, ഇവിടുത്തെ ലൈഫ് വേറെ തന്നെയാണ്. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതേ തിരിച്ചവര് ഇങ്ങനെ തുഴഞ്ഞു പോവാണ്. ആ ഗ്യാപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കൂടെ പോവില്ലാന്ന്. അത്രയും ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അതിലൂടെയാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. കോമഡി എന്താ വെച്ചാ നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല, മനസ്സിലായോ? ഇനി നമുക്ക് ഉള്ളിലേക്ക് അപ്പുറത്തേക്ക് ഇനി ഒരു ബോട്ടിൽ എടുക്കാനുണ്ട്. ഊന ബോട്ടെ കണ്ടോ, അപ്പുറത്തേക്ക് ഇനിയും പോകാനുണ്ട്. ഇവിടെ നിന്ന് സൺഡേ ആയിട്ട് അവരെല്ലാവരും ഗ്രില്ലിങ്ങും കള്ളൂടിയും പരിപാടിയൊക്കെയാ. അവിടെ നോക്ക്, ഒരാണും ആ ആണി അടിക്കുന്നത് ഒരു പെണ്ണാണ്. നമ്മളെ നാട്ടിലാണെങ്കിൽ ആണുങ്ങളായിരിക്കും അങ്ങനത്തെ പണിയെല്ലാം എടുക്കുക. പെൺപിള്ളേർ വെറുതെ ഇങ്ങനെ നിൽക്കുമായിരിക്കും അതൊക്കെ നോക്കിയിട്ട്. ഇവിടെ എല്ലാത്തിനും ഈക്വാലിറ്റിയാണ്, ആർക്കും ചെയ്യാം, എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുക. ഒരു കൊച്ചിത് അവിടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ബിയാൻ ഇടക്കിടക്ക് എന്നോട് ഓക്കെ അല്ലേ തോതോ ബിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഗുഡ്, അതാണ് അർത്ഥം. ഓൾ ഗുഡ്. നമ്മൾ അപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത്, അക്കരയിലേക്ക്. തൊട്ടപ്പുറയാണ്. അതിന് ഇവിടുന്ന് ഏതെങ്കിലും ബോട്ട് ഉണ്ടാവുമായിരിക്കും. ഇതാണ് രാവിലെ ഞാൻ വന്ന മെയിൻ സ്പോട്ട്. ഇത് അവിടെ അടുത്ത ബോട്ടിൽ കയറിയിട്ട് പോകുന്നത്. അതൊരു പങ്കുവച്ചാണ് ഓടിക്കാൻ വേണ്ടി പോകുന്നത്. ചെരിഞ്ഞല്ലിരിക്കുന്നു. ആ ആക്കി ഓക്കെ അവളുടെ അടുത്ത് ചെന്നിട്ടിരിക്കാനാ പറയുന്നത്. ബാലൻസ് ചെയ്യാനായിരിക്കും. അവിടെ രണ്ടുപേര് ഇവിടെ രണ്ടുപേര് അങ്ങനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ഓലാ സി ഉണ്ടോ. അട്ടുച്ചയ്ക്ക് നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടപ്പോ. ഇത്ര നേരം വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ കയ്യെല്ലാം ഇങ്ങനെ പൊള്ളുന്നു കവർ ചെയ്യാത്തോണ്ട്. ഇവിടെ നോക്കി, ഇവിടെ അതിനെക്കാട്ടിലും വലുത് ഒരു കുഞ്ഞ ചെക്കനാ. അവൻ എത്ര സ്മാർട്ടായിട്ടാ തുഴഞ്ഞ് അപ്പുറത്തേക്ക് കൊണ്ടാക്കുന്നത് നോക്ക്. ഇവളെല്ലാം പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് ആസ്വദിച്ചാണ് പോകുന്നത്. അവനാണെങ്കിൽ നല്ല സ്പീഡില് പോകുന്നത്. ഓ സമ്മതിച്ച്. കണ്ട എന്തോ കമന്റ് ചെയ്യുന്നു പുള്ളി. നോക്ക് വന്നിടിക്കാനായി, എത്താനായി, തൊട്ടപ്പുറം തന്നെ. ഫൈനലി ഇത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ആകത്തിന് 13 ഉള്ളൂ. അവിടെ മറ്റേന് മാത്രം 13 കൊടുത്ത്. ഇവിടെ ബീൻസും ചിക്കനും പഴവും എല്ലാം പാടെ ചേർത്തിട്ട് അവരെന്തോ ഇതെല്ലാം മേടിക്കാൻ പോയിട്ടുണ്ട്. എന്തോ ഡ്രിങ്ക്സ് എല്ലാം മേടിക്കാൻ പോയിട്ടുണ്ട്. അവര് തുടങ്ങിക്കൊപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കണ്ടിട്ട് എന്തോ സ്പൈസസ് ഒക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചിട്ട് എനിക്ക് ഉറക്കൊക്കെ വന്ന് ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ എൻ്റെ ബാഗ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ആകെ ടയേർഡായിട്ടാണ് ഉള്ളത്. ഓഫ് എന്താ ചെയ്യാന്നറിയില്ല. എവിടെയെങ്കിലും ഉറങ്ങണം. ഞാൻ ടെൻ്റ് അടിക്കാൻ നടക്കും തോന്നുന്നില്ല, ഭയങ്കര ചൂടാണ്. ഹോസ്റ്റൽ എന്തെങ്കിലും തന്നെ നോക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അറിയില്ല, പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.